എക്സംപ്ലറി സർപ്പഞ്ച് എന്ന് പറയുന്നത് അവിടെ ഒരു ലേഡിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതാണ് ധ്യാനേശ്വർ കംബ്ലെ ഈസ് എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഹു വാസ് ഇലക്റ്റഡ് സർപ്പഞ്ച് ഓഫ് തരങ്കൽ വില്ലേജ് ഇൻ സോലാപൂർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയിലെ ഒരു സോലാപൂർ ഡിസ്ട്രിക്റ്റിൽ ഓക്കെ. സർപ്പഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സർപ്പഞ്ച് എന്നാണ് പറയുക കേട്ടോ. സോ സർപ്പഞ്ച് എന്ന് പറയുമ്പം എന്താണെന്ന് വിചാരിക്കേണ്ട, ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ഈ ധ്യാനേശ്വർ കമ്പൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൺ. അതായത് ഒരു ജെൻഡർ മാറിയ ഒരു മെയിലിൽ നിന്ന് ഫീമെയിലേക്കായിട്ടുള്ള ഒരു വുമൺ ആണത്. കമ്പൽസ് മോട്ടോ ഈസ് ലോക് സേവ ഗ്രാം സേവ, ദാറ്റ് ഈസ് സർവീസ് ടു ദ വില്ലേജ് ഈ സർവീസ് ടു ദ പബ്ലിക്. അവരുടെ ഒരു മോട്ടോ അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ലോക് സേവ അല്ലെ, ജനങ്ങളെ സേവിക്കുക, അതുപോലെ ഗ്രാമസേവ അവരെ പബ്ലിക്കിനെ സേവിക്കുക, മീൻസ് അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, സർവീസ് ചെയ്തു കൊടുക്കുക. അതായിരുന്നു അവരുടെ ഒരു എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്. കമ്പൽ ഡിഫീറ്റഡ് 6 അതർ കാൻഡിഡേറ്റ്സ് ടു ബിക്കം ദ സർപ്പഞ്ച്. നമ്മളിപ്പോൾ ഒരുപാട് പേര് പഞ്ചായത്തിൽ മത്സരിക്കുമ്പം അത്രയും ആളുകളെ തോൽപ്പിച്ചിട്ട് ഒരാൾ വിജയിക്കുക എന്ന് പറയുമ്പം അയാൾക്ക് അത്രയും ആളുകൾ വോട്ട് ചെയ്തിട്ടാണ്. സോ ലൈക്ക് ദാറ്റ് ഇവിടെ നമ്മുടെ ധ്യാനേശ്വർ കമ്പൽ 6 പേരെ തോൽപ്പിച്ചിട്ടാണ് സർപ്പഞ്ചായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, സർപ്പഞ്ചായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്, അതായത് ജയിച്ചത്. ഓക്കെ. സോ അതാണ് ധ്യാനേശ്വർ കമ്പലിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നോട്ട്. സോ ജസ്റ്റ് ഒന്ന് നോട്ട്. എന്താണ് നമ്മുടെ ധ്യാനേശ്വർ കമ്പലിൻ്റെ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ടു ദ വില്ലേജ്, സർവീസ് ടു ദ പബ്ലിക്, അത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരു ലേഡി അവിടെ ഉണ്ട്, വന്ദന ബഹദൂർ മേധ, എ മെമ്പർ ഓഫ് ദ ഭിൽ കമ്മ്യൂണിറ്റി ഫ്രം ദ വില്ലേജ് ഓഫ് കങ്കൻവി ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ കങ്കൻവി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ, ഒരു ഭിൽ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ, ഒരു അംഗമായിരുന്നു ഈ വന്ദന ബഹദൂർ മേധ എന്ന് പറയുന്നത്. ഡിഫൈഡ് പാട്രിയാർക്കൽ നോംസ് ടു ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ സർപ്പഞ്ച് ഓഫ് ഹർ വില്ലേജ്. അവരുടെ വില്ലേജിൽ, ഗ്രാമത്തിൽ ആദ്യമായിട്ടുള്ള വുമൺ, സ്ത്രീയാണ് ഈ സർപ്പഞ്ച് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ആദ്യമായിട്ടാണ് വന്ദന ബഹദൂർ മേധ എന്ന് പറയുന്ന വുമൺ അവിടെ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ സർപ്പഞ്ചായിട്ട് വന്നത്. ഷീ കൺവിൻസ്ഡ് വുമൺ ഇൻ ദ വില്ലേജ് ടു അറ്റൻഡ് ദ സഭ മീറ്റിംഗ്സ് ആൻഡ് അഡ്രസ്ഡ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സാനിറ്റേഷൻ. അല്ലേ, നമുക്കറിയാം ഒരു വുമണിനെ മറ്റൊരു വുമണിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അവിടെ സർപ്പഞ്ച് ഒരു പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് ആർക്കാണ്? വുമൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. വുമൻസിന് നമ്മളിവിടെ പോലെയല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുമ്പം വുമൻസിന് ഭയങ്കരമായിട്ട് വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിക്കുക, അതുപോലെ വീട്ടിലൊന്നും ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാണ് അവിടെ. അപ്പം അവർക്ക് ആദ്യം എന്താ ചെയ്തു കൊടുക്കുന്നത്? വുമൻസിനൊരു വില്ലേജിലൊരു സഭാ മീറ്റിങ്ങുകൾ ഉണ്ടാക്കി, എന്നിട്ട് അവരുടെ ഇഷ്യൂ, അവരുടെ പ്രശ്നങ്ങൾ അവർ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അവരുടെ മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ആൻഡ് സാനിറ്റേഷൻ, അല്ലെ, വിദ്യാഭ്യാസം, അതുപോലെ സാനിറ്റേഷൻ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പം ടോയ്ലറ്റ്, അത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിനെക്കുറിച്ചിട്ടാണ് ഈ വന്ദന ബഹദൂർ മേധ എന്ന് പറയുന്ന വുമൺ ചെയ്തുകൊണ്ടിരുന്നത്. And earning recognition far and wide, Vandana's journey show how women can play leading role in the transforming rural areas. അവർ വളരെ നല്ല രീതിയിലായിരുന്നു ആ വില്ലേജിനെ ഭരിച്ചുകൊണ്ടിരുന്നത്, റോൾ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ. ദെൻ അവിടെ ഒരു ആളുടെ ഒരു പിക്ചർ, ഹിവാരെ ബസാർ എന്ന് പറയുന്നൊരു വില്ലേജിൽ, എ വില്ലേജ് ഇൻ അഹമ്മദ് നഗർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര used to be affected by frequent drought and poor agricultural yield. ഇത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന ഡിസ്ട്രിക്റ്റിൽ ഹിവാരെ ബസാർ എന്ന് പറയുന്ന വില്ലേജിൽ എന്തുണ്ടായിരുന്നു? അവിടെ ഭയങ്കരമായിട്ട് വരൾച്ച, ഡ്രോട്ട്, അതുപോലെ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ എന്തായാലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. സോ പൂർ അഗ്രികൾച്ചർ ഈൽഡായിരുന്നു. ആഫ്റ്റർ പൊപാട്രോ ബഗുജി പവാർ ബിക്കേം ഇറ്റ് സർപ്പഞ്ച്. അദ്ദേഹത്തിൻ്റെ പേരാണത്, പൊപാട്രോ ബഗുജി പവാർ എന്ന് പറയുന്ന വ്യക്തി അവിടെ സർപ്പഞ്ചായി വന്നു, അവിടെ പ്രസിഡൻ്റായി വന്നു. ഹി സ്റ്റാർട്ടഡ് അപ്ലൈങ് അന്ന ഹസാരേസ് മോഡൽ ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അദ്ദേഹം എന്ത് ചെയ്തു? അന്ന ഹസാരയുടെ മോഡലായിട്ടുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള ശേഖരണം അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. വാട്ടർ ഷെഡ് കൺസർവേഷൻ ആൻഡ് മാസീവ് ട്രീ പ്ലാന്റിംഗ് ഓഫ് ലാക്ക് ഓഫ് ട്രീസ്. അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. വാട്ടർ ഷെഡ് കൺസർവേഷൻ, അതായത്
ഒരു മഴ നമ്മുടെ റെയിൻ ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ വില്ലേജിൽ ഓരോ കുഴികൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ നമ്മുടെ റൂഫിൽ മഴ പെയ്യുന്ന സമയത്ത് റൂഫിലൂടെയൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒരു പൈപ്പിലാക്കിയിട്ട് അവരെന്തും ഈ കുഴിയിൽ ശേഖരിച്ച് വെക്കും. അങ്ങനെ ഈ കുഴിയിൽ ഒരുപാട് ശേഖരിച്ച് വെക്കുമ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പം അത് ഭൂമിയുടെ അടിയിലോട്ട് ഇറങ്ങി നമ്മുടെ പരിസരത്തുള്ള വെള്ളിലേക്കൊക്കെ ഈ വെള്ളം ഒഴുകി വരും. സോ അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ വെള്ളമില്ലാത്ത സമയത്തും നമുക്ക് എന്താണ് വെള്ളം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് മാസീവ് ട്രീ പ്ലാന്റിംഗ് ഓഫ് ലാക്ക് ഓഫ് ട്രീസ്. ലക്ഷക്കണക്കിന് മരങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വില്ലേജിൽ നട്ടുപിടിപ്പിച്ചു. അല്ലേ, നമുക്കറിയാം മരങ്ങളുണ്ടെങ്കിൽ അല്ലേ വളരെയധികം നല്ലതാണ് അല്ലേ. ഒരു വില്ലേജിൽ അത്രയും എന്താണ് ഒരുപാട് ലക്ഷക്കണക്കിന് മരങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, പ്ലാന്റ് ചെയ്തു, നട്ടുപിടിപ്പിച്ചു. all of which contributed to the recharge of groundwater. With the collaboration of the village, Hiware Bazaar became a green and prosperous village in a few years. വില്ലേജേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഹിവാരെ ബസാർ എന്ന് പറയുന്ന വില്ലേജ് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു വില്ലേജായിട്ട് മാറി ഈ പൊപാട്രോ ബാഗുജി പവാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൊണ്ട്. ഓക്കെ, ദെൻ മനസ്സിലായില്ലേ നമ്മുടെ പൊപാട്രോ ബാഗുജി പവാർ എന്താണ്? അദ്ദേഹം അവിടുത്തെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് ഡിസ്ട്രിക്റ്റിൽ എന്താണ് അല്ലേ ഒരു സർപ്പഞ്ചായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വില്ലേജ് എന്ത് ചെയ്തു, ഒരു ഗ്രീൻ അല്ലെ പച്ചപ്പ് നിറഞ്ഞതാക്കിയിട്ട് അദ്ദേഹം 2020 ശ്രീ പത്മശ്രീ അവാർഡ് അദ്ദേഹം വാങ്ങിച്ചു. ഓക്കെ, Grama Panchayat is assisted by a Panchayat Secretary who perform administrative functions such as calling meetings and maintaining records. അല്ലേ, നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും. അതേ എന്താ ചെയ്യുന്നത്, മീറ്റിങ്സുകളൊക്കെ വിളിക്കുന്നത്, അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു റെക്കോർഡിങ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് കേട്ടോ. മോസ്റ്റ് ഗ്രാമ പഞ്ചായത്സ് ആർ ഓൾസോ അസിസ്റ്റഡ് ബൈ ആൻ ഓഫീസർ കോൾഡ് പത്വരി ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ഹൂ മെയിൻറ്റെയിൻ ദ വില്ലേജസ് ലാൻഡ് റെക്കോർഡ്. ഇപ്പോൾ നമ്മളവിടെയൊക്കെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെയാണ് പറയുക. നോർത്ത് ഇന്ത്യയിലൊക്കെ പത്വരി, നമ്മൾ സർപഞ്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യസിലൊക്കെ പത്വരി എന്നാണ് പറയുക. ഇൻ സം കേസസ് ദ പത്വരി കീപ്സ് മാപ്സ് ദാറ്റ് ആർ ജനറേഷൻസ് ഓൾഡ്. നമ്മളെ ഒരു വില്ലേജിൻ്റെ കുറേ മുന്നത്തെ മാപ്പൊക്കെ എന്തുണ്ടാവും, ഈ പത്വരി അല്ലെങ്കിൽ ഈ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിലുണ്ടായിരിക്കും. ആ മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ എത്രത്തോളം നമ്മുടെ വില്ലേജിൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. പഞ്ചായത്ത്സ് ആർ സപ്പോസ്ഡ് ടു ലിസൺ ടു എവറി വൺസ് വോയിസ് ഇൻക്ലൂഡിംഗ് ദ വോയിസ് ഓഫ് ചിൽഡ്രൻ. The child friendly Panchayat initiatives creates opportunities for children to express their ideas and opinions on matters that concern their well-being. Steps are being taken in several states to encourage participation of children. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വളരെ മോശമാണ്. ചെറുപ്പത്തിലേ അവരെന്ത് ചെയ്യും, കുട്ടികളെ ജോലിക്കൊക്കെ വിട്ട് അവർ എഡ്യൂക്കേഷൻ കൊടുക്കാത്ത ഒരവസ്ഥയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ബാലസഭ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ബാലസഭ ബാലപഞ്ചായത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ മഹാരാഷ്ട്ര ഫോർ എക്സാമ്പിൾ എ ഫ്യൂ ബാൽ പഞ്ചായത്ത്സ് ഹാവ് വർക്ക്ഡ് ടു എലിമിനേറ്റ് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് മാരേജ്. മഹാരാഷ്ട്രയിൽ കുറച്ചില ബാലപഞ്ചായത്ത്, ബാൽ എന്ന് പറയുന്നത് കുട്ടികൾ, ചിൽഡ്രൻ, അതെന്താണ് അവിടെ ചൈൽഡ് ലേബർ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ചൈൽഡ് മാരേജ് ചെറിയ കുട്ടികളെ പിടിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്തു, മഹാരാഷ്ട്രയിൽ ആളുകൾ എതിർത്തു. ബാലപഞ്ചായത്ത് അവരെന്ത് ചെയ്തു, ഈ അവർക്കെതിരെയായിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും അതുപോലെ കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതും എന്ത് ചെയ്തു, അവർ എലിമിനേറ്റ് ചെയ്തു. ദേ ഹാവ് ടു ബ്രോട്ട് മെനി ചിൽഡ്രൻ ബാക്ക് ടു സ്കൂൾ. അങ്ങനെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ ജോലി ചെയ്യുന്ന കുട്ടികളെയൊക്കെ അവർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. The Bal Panchayat members get together to convince parents and other adults to send their works ward back to school and not to arrange marriages for girls who should be studying. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്താ, കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവർ എല്ലാം വലിയതായതിനു ശേഷം മാത്രമേ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ, മാരേജൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള അവയർനെസ് ഒക്കെ കൊടുത്തു. സെവറൽ ഗ്രാമപഞ്ചായത്ത്സ് ഹാവ് വോൺ അവാർഡ് ഫോർ ടേക്കിംഗ് ചൈൽഡ് ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ്.
Okay, here is an example for Sikkim.